വെൽക്കം ബാക്ക് കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഒരു സൗത്ത് അമേരിക്കൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു സ്പെഷ്യൽ കേക്ക്. നാവിലിട്ടാൽ അലിഞ്ഞു പോകും. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന കേക്കിനേക്കാൾ രുചികരവുമാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഒരു സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് തരണേ. ഒപ്പം ഇത്തരം വീഡിയോകൾക്കായി ഫോളോ ചെയ്യാനും ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഈ സ്പോഞ്ചി ടേസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അവധിക്കാലമൊക്കെ വരുമല്ലേ, അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഏകദേശം ഒരു 240 ഗ്രാം മൈദ അളന്നെടുക്കുക. അതും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി 5 നല്ല വലിപ്പമുള്ള മുട്ടകൾ എടുക്കാം. അത് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കുക. നല്ലൊരു വലിപ്പമുള്ള ബൗളിൽ വേണം വെള്ളം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞ കൂടി മിക്സ് ആകരുത്. ഇനി ഒരു 1/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുക്കാം. നമുക്ക് ഈ മുട്ടവെള്ള ഒന്ന് ചെറുതായിട്ട് പതിപ്പിച്ചെടുക്കാം. എന്നിട്ട് എടുത്ത പഞ്ചസാര ബാച്ചുകളായിട്ട് ആഡ് ചെയ്ത് സ്റ്റിഫ് ആക്കി എടുക്കുക. ശേഷം മുട്ടമഞ്ഞ 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ ആഡ് ചെയ്ത് ക്രീമി ടെക്സ്ചറിലാക്കുക. മുട്ടയുടെ കളർ നന്നായിട്ട് ഫെയ്ഡ് ആയിട്ട് നല്ല ലൈറ്റ് യെല്ലോയിഷ് കളറിലേക്ക് മാറണം. ഇനി ഒരു 1/2 കപ്പ് പാലും സാധാ പാല് മതി. 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ഈ മിക്സർ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ബാച്ചുകളായിട്ട് വേണം ആഡ് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ആവണം. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് മാറണം. സ്പാച്ചില ഉണ്ടെങ്കിൽ അത് വെച്ചോ, ഇല്ലെങ്കിൽ വീട്ടിലെ ചട്ടുകം വെച്ചോ പതിയെ ഫോൾഡ് ചെയ്യുക. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുക. 2-3 ബാച്ച് ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. മുട്ടയുടെ വെള്ളം നന്നായിട്ട് മിക്സ് ആയി വരണം. അവിടെ ഇവിടെയും വെളുത്തിരിക്കരുത്, നന്നായിട്ട് മിക്സ് ആയി വരണം. ഇനി കുറച്ച് ബട്ടർ എടുത്ത് മോൾഡിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ പുറത്ത് മൈദയോ ബട്ടർ പേപ്പറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ കേക്ക് അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെ ഞാൻ 1 കിലോ കേക്കിനുള്ള ബാറ്ററാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ 2 മോൾഡിലാക്കി 1/2 കിലോയുടെ 2 മോൾഡിലാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. പൊതുവെ സ്ക്വയർ ട്രേയിലാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണേൽ റൗണ്ട് ട്രേയിലും ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എയർ ടാപ്പ് ഔട്ട് ചെയ്ത് ബേക്ക് ചെയ്യാവുന്നതാണ്. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു സിറപ്പ് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഒപ്പം 360 ml ഇവാപറേറ്റഡ് മിൽക്കും 2/3 കപ്പ് സാദാ പാലും. എനിക്കിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവൻ ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഞാൻ പഞ്ചസാര കൂടി ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണേൽ പകുതി വേണേലും എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഒട്ടും തന്നെ തരികൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ ഒരു ഫോർക്ക് വെച്ച് ചെറിയ കുത്തുകളിട്ട് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സിറപ്പ് കൂടി ആഡ് ചെയ്യുക. ഒരു 1/4 സിറപ്പ് മാറ്റി വെക്കണം, അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനാണ്. ബാക്കി വരുന്ന സിറപ്പ് പകുതി പകുതിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂറെങ്കിലും മിനിമം അവിടെ ഇരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. വിപ്ഡ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഏകദേശം 480 ml വിപ്ഡ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്രീം നല്ല സ്റ്റിഫ് ആക്കി എടുക്കണം. സോഫ്റ്റ് പീക്ക് ആവരുത്, സ്റ്റിഫ് ആയിട്ട് എടുക്കണം. ക്രീം സ്റ്റിഫ് ആവുന്നില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി നിങ്ങൾക്ക് ചേർക്കാം. കുറേശ്ശെയായിട്ട് വേണം ചേർക്കാന്. ഇനി ഈ ക്രീം തണുത്തിരിക്കുന്ന കേക്കിലേക്ക് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇച്ചിരി കട്ടിയിൽ വേണം തേച്ചെടുക്കാൻ. ഒരു കാരണവശാലും കേക്ക് ഡീമോൾഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂസും പിസ്തായും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബെറീസോ അല്ലെങ്കിൽ മറ്റ് നട്ട്സോ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. തണുപ്പിച്ച ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ബാക്കി വന്ന സിറപ്പ് കൂടി യൂസ് ചെയ്ത് വേണം സെർവ് ചെയ്യാൻ. അപ്പൊ ഉണ്ടാക്കി നോക്കിയത് അഭിപ്രായം പറയണേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ഫ്രം അച്ചു.